ഇതിനെയാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ വ്യക്തമായി ഇതേപോലെ കാര്യങ്ങൾ ക്ലിയർ ആക്കി നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം ഇനി ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഇതുപോലെ PSC അവസരങ്ങൾ നമുക്ക് തുറന്നു തരൂല. അപ്പോൾ പിന്നെ നമുക്ക് ജോലി കിട്ടുന്നത് സ്വപ്നങ്ങളിൽ അവസാനിക്കും. മരണം വരെയും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവൂല. കാരണം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരാണ് ബുദ്ധിമാൻ. അവസരങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്. ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിങ്കൾ വ്യാഴം 2 ദിവസങ്ങളിൽ സയൻസിൻ്റെ ആധികാരികമായ ക്ലാസ് തരികയാണ്. നമുക്ക് യൂട്യൂബിനകത്ത് സയൻസിൻ്റെ ഒരു ആധികാരികമായ ക്ലാസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും എന്തൊക്കെയോ പറയുന്നു, നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 2019 മുതൽ നമ്മുടെ ഹാജാസ് PSC എന്ന് പറയുന്ന ഒരു ചാനൽ കണ്ടു തുടങ്ങും മുതൽ ഈ ചാനലിനെ പ്രധാനമായും അവരാശ്രയിച്ചിരുന്നത് സയൻസ് കാണാനും അതേപോലെ മാത്സ് കാണാനുമാണ്. അന്ന് ടോപ്പിക് വൈസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ക്ലാസ്സുകൾ തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തന്നുകൊണ്ടേയിരുന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ അത് വലിയ കാര്യമായിരുന്നു. നിങ്ങൾ എന്നെ പിണക്കാതിരുന്നു. നല്ല രീതിയിൽ നിങ്ങൾക്ക് മുഴുവൻ കണ്ടന്റുകളും കിട്ടി. പക്ഷേ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് എൻ്റെ ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് കുറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വ്യൂ ഒക്കെ കുറഞ്ഞു. അതിനുശേഷം വീണ്ടും നമ്മൾ ക്ലാസ്സുകളുമായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സയൻസിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ആ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങളിലേക്ക് ഇന്ന് മുതൽ നമ്മൾ തരാൻ വേണ്ടി പോണത്. എല്ലാ തിങ്കൾ വ്യാഴവും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് അത് മുഴുവനായി, അത് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നെല്ലാം പരിധി പിടിച്ച് സാറ് അപ് ടു ഡേറ്റ്, അതായത് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണോ ആ ടോപ്പിക്കിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അങ്ങനെ നമ്മൾ ഇന്ന് ബയോളജിയുടെ ക്ലാസ്സാണ്. ബയോളജിയിൽ എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? ബയോളജിയിൽ നമ്മുടെ സിലബസിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. അപ്പോൾ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ വളരെ ഗംഭീരമായി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നു. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറിൽ കൂടുതൽ വേണം ഇത് പഠിപ്പിച്ച് തീർക്കാൻ. പിന്നെ പരീക്ഷ ഇടാനായിട്ട് 1 മണിക്കൂർ വേണം. അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെയാണോ നമ്മൾ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്നത് അതുപോലെ. എന്തെല്ലാമാണ് സാറ് റെഫർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, സാറ് റെഫർ ചെയ്തിട്ടുള്ളത് SCERT ടെക്സ്റ്റ് ബുക്ക്, NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുക CBSEയുടെ ടെക്സ്റ്റ് ബുക്ക്, റാങ്ക് ഫയല്, അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം ചേർത്ത് വൈറ്റമിൻസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ചരിത്രത്തിൽ PSCയുടെ ചരിത്രത്തിൽ ഇതുവരെ ആരും ഇങ്ങനെ വൈറ്റമിൻ എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു തന്നെയാണ് ക്ലാസ് തരുന്നത്. ഓക്കെ, എൻ്റെ കണ്ടന്റാണ്, എൻ്റെ കയ്യിൽ നിന്ന് ആ കണ്ടന്റുകൾ എല്ലാവരിലേക്കും എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ക്ലാസ് തരുന്നത്. ഓക്കെ, ഇതുകൊണ്ട് എല്ലാവരും പഠിപ്പിക്കാൻ, എൻ്റെ കണ്ടന്റ് വെച്ച് ഒരുപാട് പേര് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഈ കണ്ടന്റ് തരാതിരുന്നത്. പക്ഷേ വ്യൂ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടന്റ് തന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കണ്ടന്റ് തരും. ക്ലിയർ ആണേ? അപ്പോൾ പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ചോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വൈറ്റമിൻസിനെ കുറിച്ച് ആധികാരികമായി നമുക്ക് പഠിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇന്നുകൊണ്ട് ക്ലാസ് തീരൂല. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ കറക്റ്റ് 50% എടുത്ത് വെക്കും. അടുത്ത 50% വരുന്ന വ്യാഴാഴ്ച. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ ഈ പറയുന്ന ടോപ്പിക്, ഇന്ന് പഠിക്കുന്ന ടോപ്പിക് അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിച്ച് തറവാക്കി ഇനി ജോലി കിട്ടുന്നത് വരെ ഇത് മറക്കാത്ത രീതിയിലോട്ട് നിങ്ങൾ വായിച്ച് സെറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ജോലിയാണ്, അതെനിക്ക് ചെയ്തു തരാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് വ്യാഴാഴ്ച കിട്ടും. തിങ്കളും വ്യാഴനും ആകുമ്പോൾ നമുക്ക് സിലബസ് എടുത്ത് ടിക്ക് ചെയ്യാം, മാർക്ക് ചെയ്യാം. ജീവകങ്ങൾ അപര്യാപ്തത രോഗങ്ങൾ ഫിനിഷ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഒരു പരീക്ഷ എഴുതണം. അതെന്നാ പരീക്ഷ? വരുന്ന സാറ്റർഡേ ആയിരിക്കും എക്സാം. എത്ര മാർക്കിനാ? 50 മാർക്കിന്. OMR ഷീറ്റ് കൊണ്ടുവരണം. എന്നിട്ട് പരീക്ഷ നടത്തും. എത്ര മാർക്ക് കിട്ടണമെന്ന് നോക്കണം. 50-ൽ 40-ന്റെ മുകളിൽ കിട്ടിയാലേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുള്ളൂ. 45-ന് മുകളിലാണെങ്കിൽ ആദ്യ റാങ്കുകളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും എന്ന് പറയും. ഇതുപോലെ ഓരോ ടോപ്പിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇത്രയും എത്തും. പിന്നെ നമ്മുടെ വ്യൂ ഒക്കെ വന്നതിന് ശേഷം എല്ലാവരും ഒക്കെ സജീവമായി നമ്മുടെ ഇതിനകത്ത് എത്ര കൂടുന്നോ അതിനനുസരിച്ച് എല്ലാ ടോപ്പിക്കും കിട്ടും. കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം കിട്ടും. പക്ഷെ ഇപ്പം നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് സയൻസും മാത്സിലെയും കുട്ടികളെ ഈ ചാനലിലേക്ക് തിരികെ കൊണ്ടുവരിക. അതിനവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുക. മനസ്സിലാവോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ സ്റ്റാറ്റസുകളിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് വരണം. 2, നിങ്ങളുള്ള ഗ്രൂപ്പുകളിലെല്ലാം ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒരു കമൻറ്റായി രേഖപ്പെടുത്തണം. കമൻ്റ് ഇല്ലെങ്കിൽ
യൂട്യൂബ് ഈ ക്ലാസ്സുകളെ റെക്കമെൻഡ് ചെയ്യൂല. അപ്പം നിങ്ങളുടെ കമൻറ്റ് ഇതിനകത്ത് ഉണ്ടാവണം. കമൻ്റാണ് ഞങ്ങളോടുള്ള, എൻ്റെ ഈ ഒരു ചാനലിനോടുള്ള നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് കമൻറ്റിലൂടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. വൈറ്റമിൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വൈറ്റമിനും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും. ഓക്കെ, എന്താണ് വൈറ്റമിൻ? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന 3 തരം പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? 1 ഗ്രോത്ത്, അല്ലേ, നമ്മൾ വളരുന്നുണ്ട്. 2 റിപ്പയർ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യപ്പെടും. 3-മത്തത് മെയിൻ്റനൻസ്. ഇങ്ങനെ 3 പരിപാടികൾ നമ്മുടെ ശരീരത്തിൽ നടക്കും. ഗ്രോത്ത്, നമുക്ക് വളർച്ചയുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ സെല്ലുകൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ റിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്നത് പോലെ. മെയിൻ്റനൻസ്, നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടിച്ചു, അഴുക്കായി കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കഴിയുമ്പം അഴുക്കാവും, നമ്മൾ വീണ്ടും പെയിൻ്റ് അടിക്കും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോഡി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ആവശ്യം വേണ്ട കുറേ സാധനങ്ങൾ നമ്മുടെ ബോഡിക്ക് വേണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതെല്ലാം ഉണ്ടെങ്കിലേ ഈ 3 പരിപാടിയും നടക്കത്തുള്ളൂ. അതിന് ആവശ്യമുള്ള എല്ലാവരെയും നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ബയോമോളിക്യൂൾ. എന്ത് പേര് പറയും? ബയോമോളിക്യൂൾ എന്ന് പറയും. ജൈവ തന്മാത്രകൾ. ഈ ജൈവ തന്മാത്രകളിൽ ആരെല്ലാം വരും? കാർബോഹൈഡ്രേറ്റ് വരും, പ്രോട്ടീൻ വരും, ഫാറ്റ് വരും, വൈറ്റമിൻ വരും, എൻസൈം വരും, ന്യൂക്ലിക് ആസിഡ്, DNA വരും, RNA വരും. ഇതെല്ലാം നമ്മൾ പഠിക്കും. ഇതെല്ലാം ചേർന്ന് നമ്മൾ പറയുന്ന പേരാണ് ബയോമോളിക്യൂൾ. ഈ ബയോമോളിക്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വൈറ്റമിൻ. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വൈറ്റമിൻ നമുക്ക് എനർജി തരൂ? വൈറ്റമിൻ കഴിച്ചാൽ എനർജി കിട്ടുമോ? വൈറ്റമിന് എനർജി നൽകാൻ കഴിയുമോ? നിങ്ങളുടെ ചോദ്യം. വൈറ്റമിൻ എന്ന് പറഞ്ഞാലേ എനർജിയാണ്. വൈറ്റമിൻ എനർജി തരും. അപ്പോൾ വൈറ്റമിൻ അറിയാമെന്ന് വിചാരിച്ചിരുന്നവരെല്ലാം മനസ്സിലാക്കുക, വൈറ്റമിൻ എനർജി തരൂല. കാരണം വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും അവരെ ഊർജമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അല്ലാതെ വൈറ്റമിന് എനർജി ഒന്നും തരാനില്ല. നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും ഫാറ്റിനെയും ഒക്കെ കൺവേർട്ട് ചെയ്ത് എനർജി ആക്കുന്ന ജോലിയാണ് അവർക്കുള്ളത്. അപ്പോൾ വൈറ്റമിൻസ് എനർജി നൽകുന്നില്ല എന്ന സ്റ്റേറ്റ്മെൻ്റാണ് ശരി. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളെ അപകടപ്പെടുത്തും. ഇനി രണ്ടാമതൊരു ചോദ്യം ചോദിക്കട്ടെ. വൈറ്റമിൻസ് ശരീരം നിർമ്മിക്കൂ? നിർമ്മിക്കും എന്ന് പറയുന്നവരുണ്ടാവും. നിർമ്മിക്കൂല. വൈറ്റമിൻസ് ശരീരം നിർമ്മിക്കൂല. വൈറ്റമിൻസ് ഫുഡിലൂടെ കിട്ടുള്ളൂ, സപ്ലിമെൻസിലൂടെ കിട്ടുള്ളൂ. വൈറ്റമിൻസ് അപ്പോൾ ചോദിക്കും, കുടലിലെ കുറേ ബാക്ടീരിയകൾ. അത് എക്സെപ്ഷൻ കേസാണ്. പൊതുവെ പറയുകയാണെങ്കിൽ വൈറ്റമിൻ നമ്മുടെ ശരീരം നിർമ്മിക്കുന്നില്ല. ഹോർമോൺ നിർമ്മിക്കും. നമ്മുടെ ശരീരം തന്നെ ഹോർമോൺസിനെ നിർമ്മിക്കും. പക്ഷേ വൈറ്റമിൻസിനെ നമ്മുടെ ശരീരം നിർമ്മിക്കൂല. ക്ലിയർ ആണ്? അപ്പോൾ എന്താണ് വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ പറയാം, ജീവകോശങ്ങളുടെ പക്ഷേ വൈറ്റമിൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ എല്ലാത്തിൻ്റെയും ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട പ്രകൃതിദത്തമായ രാസഘടകങ്ങൾ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഘടകങ്ങളിലും ഫ്രൂട്ട്സിനകത്തും ഒക്കെയുള്ള, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഘടകങ്ങളിലുള്ള പാല്, മുട്ട പോലെയുള്ള സാധനങ്ങൾക്കകത്ത് അടങ്ങിയിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീവകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ അങ്ങനെയാണ്. എന്താ? ജീവകോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട പ്രകൃതിദത്ത ഘടകങ്ങളാണ് വൈറ്റമിനുകൾ അല്ലെങ്കിൽ ജീവകങ്ങൾ. ജീവകങ്ങൾ ഓർഗാനിക് ആണെന്ന് പറയാൻ നിങ്ങൾ എന്ത് പറയും? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നവരെല്ലാം കാർബൺ ഉള്ള സംയുക്തങ്ങളാണ്. കാർബൺ ഉണ്ട്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നവരിലെല്ലാം കാർബൺ ഉണ്ട്. കാർബൺ ഉള്ളവരെ നമ്മൾ എന്ത് പറയും? ഓർഗാനിക് ആണെന്ന് പറയും. വൈറ്റമിൻസ് ആർ ഓർഗാനിക് ഇൻ നേച്ചർ. രണ്ടാമത്തെ പോയിന്റ്, കാർബണിക സംയുക്തങ്ങളാണ് വൈറ്റമിനുകൾ. കാർബണിക സംയുക്തങ്ങളാണ്, ഓർഗാനിക് മോളിക്യൂൾസ് ആണെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിൽ കാർബണിന്റെ അംശമുണ്ട്. അതുകൊണ്ട് അത് ഓർഗാനിക് ആണ്. വൈറ്റമിൻസ് ഓർഗാനിക് ആണ്. എത്ര വൈറ്റമിൻ വേണം? നമ്മുടെ ശരീരത്തിന് 13 വൈറ്റമിൻസ് വേണം. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ് 8 എണ്ണം, അല്ലാതെ ഒരു 5 എണ്ണം, 5ഉം 8ഉം 13 വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ്. വൈറ്റമിൻ കണ്ടെത്തിയത് ആരാണ്? വൈറ്റമിൻ കണ്ടെത്തിയത് ആര് എന്ന് പറയുന്നതിന് മുമ്പ്
അതിനകത്തൊരു ചരിത്രം പറയാനുണ്ട്. വൈറ്റമിൻ കണ്ടെത്തിയതാരെന്നോ വൈറ്റമിന് പേര് നൽകിയതാരെന്നോ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു പേര് കാസിമർ ഫങ്കിൻ്റെ പേരാണ്. കാസിമർ ഫങ്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിനുശേഷം ഇത് ഏത് വർഷമാണ്? 1912 കൃത്യമായി വൈറ്റമിനുകളെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. എന്താണ് വൈറ്റമിൻ എന്ന് പറയുന്നത്? കാസിമർ ഫങ്കാണ്. അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്, അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് പറയാം. അത് കാസിമർ ഫങ്കാണോ? ഹോപ്കിൻസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേര് എവിടെയോ നമ്മൾ റാങ്ക് ഫയലിൽ വായിച്ചിട്ടുണ്ടല്ലോ. അതെന്താണ്? അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. വൈറ്റമിൻ കണ്ടെത്തിയത് ഹോപ്കിൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഹോപ്കിൻസ് ആണെന്ന് പറഞ്ഞാൽ അതും ശരിയല്ലേ? നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് അടുത്തത് മാറ്റുമ്പോൾ നമുക്കത് പറയാം. അപ്പോൾ വൈറ്റമിനുകൾ പ്രധാനമായും 13 വൈറ്റമിൻ ഉണ്ട്. അതിൽ ADEK-C എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോംപ്ലക്സ് അല്ലാത്ത 5 വൈറ്റമിനും കോംപ്ലക്സിലുള്ള 8 വൈറ്റമിനും ചേർന്നതാണ് വൈറ്റമിൻ. മനുഷ്യ കോശങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് ജീവകങ്ങൾ എന്നത് ഒരു പുസ്തകത്തിൽ വന്ന ഒരു സെന്റൻസ് ആണിത്. മനുഷ്യകോശങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് ജീവകങ്ങൾ എന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ, ഓക്കെയാണ്. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുന്നു. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെ വേഗത കോടാനുകോടി ഇരട്ടിക്കാക്കാൻ, ത്വരിതപ്പെടുത്താൻ, ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെയാണ് നമ്മൾ എൻസൈമുകൾ എന്ന് വിളിക്കുന്നത്. ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. നമ്മുടെ ശരീരത്തിനകത്ത് എൻസൈമുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരം ഇങ്ങനെ നിൽക്കുന്നത്. എൻസൈം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് എൻസൈമുകൾ. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈറ്റമിനുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കോ എൻസൈം എന്നാണ്. കോ എൻസൈം എന്നറിയപ്പെടുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് വൈറ്റമിൻ ആണ്. കോ എൻസൈം എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വേഗത ത്വരിതപ്പെടുത്താൻ, സ്പീഡാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് എൻസൈം. ഏകദേശം ഒരു 3000 മുതൽ ഒരു 5000 വരെ എൻസൈമുകൾ ആളുകളുടെ ശരീരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. എൻസൈമുകളുടെ കുറവ് കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് എൻസൈം പഠിപ്പിക്കുമ്പോഴത്തേനും നമുക്ക് പറയാം. എൻസൈം അങ്ങനെയാണ് ഭയങ്കരമായി അതായത് നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, കെമിസ്ട്രിക്കകത്ത് എൻസൈം പഠിക്കാനുണ്ട്. അവിടെ പറയുന്നത് ഒരു ചെറിയ ചോറിൻ്റെ കഷ്ണം എൻസൈം ഇല്ലാതെ ഡൈജസ്റ്റ് ചെയ്യാൻ 50 വർഷം എടുക്കും. ഒരു ചെറിയ ചോറിൻ്റെ കഷ്ണം ഡൈജസ്റ്റ് ചെയ്യാൻ 50 വർഷം എടുക്കും. അപ്പോൾ എൻസൈം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ 50 വർഷം എടുക്കുന്ന ടൈമിനെ ചുരുക്കും. അപ്പോൾ 10⁻10 ടൈംസ് ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടും. ഇരട്ടിയല്ല, 10 ഇരട്ടിയല്ല, 2 ഇരട്ടിയല്ല, 3 ഇരട്ടിയല്ല, 10⁻10 ടൈംസ് ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ കഴിവുള്ളവനാണ് എൻസൈം. അത്തരത്തിൽ എൻസൈമുകൾക്ക് പകരക്കാരൻ, എൻസൈമുകളെ പോലെ കോ എൻസൈമുകൾ എന്ന് വിളിക്കാം. ആരെ? വൈറ്റമിൻസിനെ. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആരെന്ന് PSC ചോദിക്കാറുണ്ട്. നമ്മൾ ഉത്തരം പറയണം. അത് ആരാ? അത് വൈറ്റമിൻ ആണ്. ജീവകങ്ങൾ ഊർജം നൽകുന്നില്ല. എന്നാൽ ജീവകങ്ങൾ കഴിച്ചാലേ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇതിൽ നിന്നെല്ലാം എനർജി കിട്ടുള്ളൂ. വൈറ്റമിൻ കഴിച്ചാൽ വൈറ്റമിന് ഊർജ്ജം നൽകാൻ നമുക്ക് കഴിയില്ല. അതാണ് പോയിന്റ്. വൈറ്റമിൻ കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും ഫാറ്റിനെയും ഒക്കെ എന്താക്കി മാറ്റും? എനർജി ആക്കി മാറ്റും. വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ വേണം. വൈറ്റമിൻ കുറയരുത്, കൂടരുത്. ഒരു മിനിമം ഒരു ക്വാണ്ടിറ്റി വൈറ്റമിൻ നമ്മൾ കൺസ്യൂം ചെയ്യണം. വൈറ്റമിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയും. ജീവകങ്ങളെ പ്രധാനമായും നമ്മൾ 2ആയി തരംതിരിക്കും. 1 കൊഴുപ്പിൽ ലയിക്കുന്നവ, 2 ജലത്തിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ഏതെല്ലാം? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബിയും സിയും. എന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ADEK. അതിനെ നമ്മൾ ചേർത്ത് അടക്ക് എന്ന് പറയും. അടക്ക്. അപ്പം അടക്ക് എന്തെന്ന് ചോദിച്ചാൽ പറയണം, അത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് അടക്ക്. ADEK. അപ്പോൾ കോ എൻസൈം എന്നറിയപ്പെടുന്നത് വൈറ്റമിനുകളാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രധാനമായും വൈറ്റമിൻ എത്തുന്നത്. ഏകദേശം 3000 മുതൽ 5000 വരെ വൈറ്റമിനുകൾ ഒരു ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമാണ്. വൈറ്റമിനുകൾ ഒരിക്കലും എനർജി നൽകുന്നില്ല. അപ്പോൾ വൈറ്റമിൻ ഉണ്ടെങ്കിലേ കാർബോഹൈഡ്രേറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും നമുക്ക് എനർജി കിട്ടത്തുള്ളൂ. അതാ പോയിന്റ്. ശരീരത്തിലെ കോശങ്ങൾ പ്രധാനമായും വൈറ്റമിനുകളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നും ഇല്ല. ആഹാരത്തിലൂടെ മാത്രമേ വൈറ്റമിൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ വൈറ്റമിനുകളെ പ്രധാനമായും 2ആയി തരംതിരിക്കാം. ജലത്തിൽ ലയിക്കുന്നവയും അതേപോലെ കൊഴുപ്പിൽ ലയിക്കുന്നവയും. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ADEK.
ജലത്തിൽ ലയിക്കുന്നവയാണ് ബിയും ബി കോംപ്ലക്സും സിയും. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ആരൊക്കെയാണ് ഉള്ളത്? ബി കോംപ്ലക്സും ഉണ്ട്, സിയും ഉണ്ട്. ഈ 2 വൈറ്റമിനുകളും ശരീരത്തിൽ ശേഖരിക്കപ്പെടില്ല. ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് ജലത്തിൽ ലയിച്ച് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ ശേഖരിച്ച് വെക്കപ്പെടുന്ന വൈറ്റമിനുകളല്ല വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. എന്നാൽ ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിനുകളാണ് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന എ, ഡി, ഇ, കെ. ഇതെല്ലാം ശരീരത്തിൽ എന്ത് ചെയ്യും? ശേഖരിക്കപ്പെടും. ഒരിക്കലും ഒരു വൈറ്റമിൻ നമ്മുടെ പേശികളിലേക്കോ കോശങ്ങളുടെ ഭാഗങ്ങളിലേക്കോ ആഗിരണം ചെയ്യപ്പെടില്ല. പേശികളിലേക്കും കോശങ്ങളുടെ ഭാഗങ്ങളിലേക്കും ഒരിക്കലും വൈറ്റമിൻ ആഗിരണം ചെയ്യപ്പെടുകയില്ല. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് സാറേ? സ്റ്റേറ്റ്മെന്റ് അല്ലേ? നമ്മുടെ 3ാമത്തെ ക്ലാസ്സിൽ വൈറ്റമിൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ കാണാം. അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതെല്ലാം വേണം. വൈറ്റമിൻസിന്റെ ആധികാരികമായ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ ചാപ്റ്ററും നമ്മൾ ഇതുപോലെ പഠിക്കാൻ പോവുകയാണ്. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാ? എ, ഡി, ഇ, കെ. ഇതെവിടെയാ ശേഖരിക്കപ്പെടുക? ഇത് പ്രധാനമായും അഡിപ്പോസ് ടിഷ്യൂവിലും അതേപോലെ കരളിലും ശേഖരിക്കപ്പെടും. അഡിപ്പോസ് ടിഷ്യൂവിലും ശേഖരിക്കപ്പെടും ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആക്ച്വലി 1850 കാലഘട്ടം മുതൽ തന്നെ ചില ആൾക്കാരിൽ റിക്കറ്റ് എന്ന് പറയുന്ന രോഗം, ബെറിബെറി എന്ന പേരുള്ള രോഗം, നാവികരായി പോകുന്ന ആൾക്കാരിൽ പല്ല് കൊഴിഞ്ഞു പോവുക, മോണ പൊട്ടി രക്തം വരിക, ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ 1850 മുതൽ ഇങ്ങോട്ട് ആൾക്കാരിൽ നോട്ട് ചെയ്ത് തുടങ്ങി. ഇങ്ങനെയൊക്കെ ആൾക്കാരിൽ കണ്ടുവന്നു. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ഒരാള് ഫ്രെഡറിക് ഹോപ്കിൻസ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തോ ചില പദാർത്ഥങ്ങളുടെ കുറവ് കൊണ്ടാണ് ഇവർക്കെല്ലാം ഈ അസുഖം വരുന്നത്. ഈ സ്കർവിയും ഈ റിക്കറ്റും ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനൊക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം ഭക്ഷണ പദാർത്ഥത്തിനകത്ത് എന്തൊക്കെയോ വസ്തുക്കളുടെ കുറവുണ്ട്. ആ വ്യക്തി ഫ്രെഡറിക് ഹോപ്കിൻസ് എന്ന് പറയുന്ന വ്യക്തി 1906 ഈ പദാർത്ഥങ്ങൾക്ക്, ഈ രോഗങ്ങൾ കണ്ടുവരുന്ന ആൾക്കാരിൽ അവർക്ക് കിട്ടാത്തത്, അവരിൽ ഇല്ലാത്തത് എന്ന അർത്ഥത്തിൽ ഈ ഘടകങ്ങളെ അദ്ദേഹം വിളിച്ച പേരാണ് ഫുഡ് ആക്സസറി ഫാക്ടേഴ്സ് എന്ന്. 1906 വൈറ്റമിനെ ഉദ്ദേശിച്ചാണ്. വൈറ്റമിൻ എന്ന പേര് കൊടുത്തില്ല, പകരം ഫുഡ് ആക്സസറി ഫാക്ടേഴ്സ് എന്ന് അദ്ദേഹം വിളിച്ചു. യഥാർത്ഥത്തിൽ വൈറ്റമിനുകളെ കുറിച്ചുള്ള കൃത്യമായ കണ്ടെത്തൽ നടത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. 1906 അദ്ദേഹം അതിന് വൈറ്റമിൻസ് എന്നല്ല പേര് നൽകിയത്, ഫുഡ് ആക്സസറി ഫാക്ടേഴ്സ് എന്നാണ്. പക്ഷേ ഈ ഫുഡ് ആക്സസറി ഫാക്ടേഴ്സ് എന്താണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യാനോ അതിനൊരു വാക്കുകൾ കൊണ്ടുള്ള ഒരു അതിർവരമ്പ് നൽകാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 1912 കാസിമർ ഫങ്ക് എന്ന് പറയുന്ന വ്യക്തി ബെറിബെറി എന്ന് പറയുന്ന ഒരു രോഗവുമായി ബന്ധപ്പെട്ട് വൈറ്റമിൻ B1 കുറിച്ച് പഠിക്കുകയും ആ വൈറ്റമിൻ B1 വൈറ്റ എന്ന് പറഞ്ഞാൽ ലൈഫ്, അമൈൻ എന്ന് പറഞ്ഞാൽ അമിനോ ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ്, ഇത് വൈറ്റമിനുകളിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ വൈറ്റമൈൻ എന്ന പേര് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ കൃത്യമായി വൈറ്റമിനുകൾക്ക് പേര് കൊടുത്തത് കാസിമർ ഫങ്ക് ആണ്. വൈറ്റ മീൻസ് ലൈഫ്, അമൈൻ മീൻസ് നൈട്രജൻ ഉള്ള ഒരു ഘടക സംയുക്തം. ഇങ്ങനെയാണ് വൈറ്റമൈൻ. പിന്നീട് കാസിമർ ഫങ്ക് കണ്ടെത്തി എല്ലാ വൈറ്റമിനിലും അമൈൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഇല്ല. അതുകൊണ്ട് അമൈൻ എന്ന് എഴുതുന്നതിലെ വൈറ്റമൈൻ എന്ന് എഴുതുന്നതിലെ അമൈനിലെ അങ്ങ് കളഞ്ഞിട്ട് വൈറ്റമൈൻ എന്നുള്ളത് വൈറ്റമിൻ എന്നാക്കി. എല്ലാത്തിലും അമൈൻ ഇല്ല, എല്ലാ വൈറ്റമിനിലും അമൈൻ ഇല്ല. അതുകൊണ്ട് വൈറ്റമിൻ എന്ന പേര് നൽകി. അപ്പം ആദ്യകാലങ്ങളിൽ വൈറ്റമൈൻ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് അത് വൈറ്റമിൻ ആയ കഥ ഇങ്ങനെയാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ നമുക്ക് മാറിക്കിട്ടി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്. വൈറ്റമിനുകളെ കുറിച്ചുള്ള ആദ്യ സൂചന ലഭിച്ചത് സ്കർവി, ബെറിബെറി, റിക്കറ്റ്,
എന്നീ രോഗങ്ങൾ ഉള്ള ആൾക്കാരിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഫുഡ് ആക്സസറി ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഹോപ്കിൻസ് എത്തുന്നത്. ഇദ്ദേഹം ആ ഘടകങ്ങളെ അത്യാവശ്യ ഘടകങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ അത് വൈറ്റമൈൻ എന്നുള്ളത് വൈറ്റമിൻ ആയി മാറുന്നു എന്ന്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസിനെ കുറിച്ചാണ്. 4 വൈറ്റമിനുകളെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് പഠിക്കാൻ പോകുന്നത്. 4 വൈറ്റമിൻ്റെ വേരറിഞ്ഞ് നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. വൈറ്റമിൻ എ എന്താണ്? വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. കണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റെറ്റിന. റെറ്റിനയ്ക്ക് അത്യന്താപേക്ഷിതമായ വൈറ്റമിനാണ് റെറ്റിനോൾ. വൈറ്റമിൻ എ 3 തരത്തിലുണ്ട്. ഒന്ന് ഓൾ, ആൽക്കഹോൾ, OH ഉള്ളത്. 2 ആൾ, റെറ്റിനാൾ. 3 COOH ഉള്ളത്, റെറ്റിനോയിക് ആസിഡ്. അങ്ങനെ വൈറ്റമിൻ എ 3 ടൈപ്പ് ഉണ്ട്. റെറ്റിനോൾ, റെറ്റിനാൾ, റെറ്റിനോയിക് ആസിഡ്. ഓൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ്, ആൾ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്, COOH എന്ന് പറഞ്ഞാൽ ഓയിക് ആസിഡ്. ഇങ്ങനെ 3 ടൈപ്പ്, 3 തരത്തിലുള്ള തന്മാത്രകളായിട്ടാണ് വൈറ്റമിൻ എ കാണപ്പെടുന്നത്. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഉത്തരം വ്യക്തമാക്കി പറയണം. അത് റെറ്റിനോളാണ്. മാറിപ്പോകരുത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം അത് തന്നെയാണ്. ഈ റെറ്റിനോൾ കണ്ടെത്തിയത് കാസിമിർ ഫങ്ക് ആണോ? അല്ല. മക്കല്ലം, എൽമർ മക്കല്ലം. കണ്ടെത്തിയ ആളുടെ പേര് എൽമർ മക്കല്ലം. കണ്ടെത്തിയ വർഷം 1913. ഒരു ബയോ കെമിസ്റ്റ് ആയിരുന്ന എൽമർ മക്കല്ലം എന്ന് പറയുന്ന വ്യക്തിയാണ് വൈറ്റമിൻ എ കണ്ടെത്തുന്നത്. എല്ലാ വൈറ്റമിനുകൾക്കും ഒരു പേരുണ്ട്. സൺഷൈൻ വൈറ്റമിൻ, വൈറ്റമിൻ ഡി, പറഞ്ഞ മനസ്സിലായോ? റീപ്രൊഡക്റ്റീവ് വൈറ്റമിൻ, വൈറ്റമിൻ ഇ. അങ്ങനെ ഓരോ വൈറ്റമിനുകൾക്കും ഒരു പേരുണ്ട്. ഇമ്മ്യൂണിറ്റി വൈറ്റമിൻ, വൈറ്റമിൻ സി. അതേപോലെ വൈറ്റമിൻ എക്കൊരു പേരുണ്ട്, ബ്രൈറ്റ് ഐ എന്നറിയപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും. ബ്രൈറ്റ് ഐ നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, അതായത് വൈറ്റമിൻസ് കംപ്ലീറ്റ് ആയിട്ട് 50 മാർക്കിന്റെ പരീക്ഷ നടത്തുമ്പോൾ അവിടെ ഉണ്ടാവും. ബ്രൈറ്റ് ഐ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. ക്ലിയർ ആണ്? വൈറ്റമിൻ എ കണ്ടെത്തിയത് ആര്? എൽമർ മക്കല്ലം. ഏത് വർഷം? 1913. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. കണ്ണ്, ഐ, സ്കിന്ന്. അപ്പോൾ കണ്ണ്, സ്കിന്ന്, സെല്ല്, ECS. അപ്പോൾ ECS എന്ന് പറഞ്ഞാൽ ഐ, സ്കിന്ന്, അതേപോലെ സെല്ല്. കണ്ണ്, ത്വക്ക്, കോശങ്ങൾ, ഇവയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ. ഭ്രൂണ വളർച്ചയെ സഹായിക്കുന്ന വൈറ്റമിൻ. വെറൈറ്റി ചോദ്യങ്ങളൊക്കെ PSC ചോദിച്ച് നമ്മൾ ഞെട്ടിക്കാറുണ്ട്. ഭ്രൂണ വളർച്ചയെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ സംവിധാനമുണ്ട്. രോഗപ്രതിരോധത്തെ ബൂസ്റ്റ് ചെയ്യുന്ന, രോഗപ്രതിരോധം ഇല്ലാത്തവന് നൽകുന്നത് വൈറ്റമിൻ സി ആണ്. ഉള്ള രോഗപ്രതിരോധം അങ്ങനെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സഹായക ഘടകം കൂടിയാണ് വൈറ്റമിൻ എ. രോഗപ്രതിരോധ സംവിധാനങ്ങളെ നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ ചോദിക്കും, സാർ വൈറ്റമിൻ സിയിലും അത് പറയുന്നുണ്ടല്ലോ. അത് രോഗപ്രതിരോധം ഉണ്ടാകാൻ സഹായിക്കും, ഇത് നിലനിർത്താൻ സഹായിക്കും. ഇനി കോശങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. വൈറ്റമിൻ എ ഇല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല, കാഴ്ച നഷ്ടപ്പെട്ടു പോകും. അതെന്താണെന്നുള്ള നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബുക്കിനെ ആധാരമാക്കി നമുക്ക് സംസാരിക്കാം. കോശങ്ങളുടെ വളർച്ച, പ്രത്യേകിച്ച് എപ്പിത്തീലിയൽ എന്ന് പറയുന്ന ടിഷ്യൂസിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകം. പാലിലും മുട്ടയിലും ഒക്കെ എല്ലാ വൈറ്റമിൻസിനും ഉണ്ട്. ഒട്ടുമിക്ക വൈറ്റമിനുകളും പാലിലും മുട്ടയിലും ഉണ്ട്. പക്ഷേ പാലിലും മുട്ടയിലും ഏറ്റവും കൂടുതൽ മോസ്റ്റ് അബുണ്ടന്റ് വൈറ്റമിൻ പ്രസന്റ് ഇൻ വൈറ്റമിൻ എ എന്ന് ചോദിച്ചാൽ അത് ഉത്തരം പറയണം. അത് വൈറ്റമിൻ എ ആണ്. പാലിലും മുട്ടയിലും ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ. PSCക്ക് മറ്റൊരു ചോദ്യമുണ്ട്. പാലിൽ സൂര്യപ്രകാശം അടിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ഏതാണെന്ന്. അത് വൈറ്റമിൻ B2 ആണ്. സൂര്യപ്രകാശം അടിക്കുമ്പോൾ പാലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ B2 ആണ്. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ ഏത്? PSC ചോദിക്കും. അപ്പോൾ ഉത്തരം പറയണം, അത് വൈറ്റമിൻ സി ആണ്. പാലിലും മുട്ടയിലും ഇല്ല. പാലിലും മുട്ടയിലും ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം പറയണം, വൈറ്റമിൻ എ ആണ്. ശരിയായ ഉത്തരം വൈറ്റമിൻ എ എന്നാണ്. ഇനി നമ്മൾ ക്യാരറ്റിന് ഒരു കളർ ഉണ്ട് അല്ലേ? ഒരു ഓറഞ്ച് കണക്കുള്ള ഒരു കളർ, ഒരു റെഡ് പോലത്തെ ഒരു കളർ
ആ ക്യാരറ്റിൻ്റെ ആ കളറിന് കൃത്യമായൊരു പേരുണ്ട്. അപ്പോൾ ആ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കളർ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ക്യാരറ്റിൻ്റെ ആ കളറിന് കാരണം എന്താണെന്നറിയാമോ? ക്യാരറ്റിൻ്റെ ആ കളറിന് കാരണം അതിനകത്തൊരു കളറിങ് പിഗ്മെൻ്റ് ഉണ്ട്. അവൻ്റെ പേര് കരോട്ടിൻ എന്നാണ്. ബീറ്റ കരോട്ടിൻ എന്നാണ് കൃത്യമായ പേര്. ബീറ്റ കരോട്ടിൻ. ഓക്കെ, ഈ ബീറ്റ കരോട്ടിൻ ക്യാരറ്റ് കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ആരാ? ബീറ്റ കരോട്ടിനാണ്. ശരീരം ആ ബീറ്റ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി കൺവെർട്ട് ചെയ്യും. ജീവകൻ എ ആയി അത് മാറ്റപ്പെടും. അതുകൊണ്ട് പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ബീറ്റ കരോട്ടിൻ ആണ്. ശ്രദ്ധിക്കണം, ക്യാരറ്റിനകത്ത് ബീറ്റ കരോട്ടിൻ ഉണ്ട്. ക്യാരറ്റിന്റെ നിറത്തിന് കാരണം ബീറ്റ കരോട്ടിൻ ആണ്. ക്യാരറ്റ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ വന്നിട്ട് അത് വൈറ്റമിൻ എ ആയി കൺവേർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് കരോട്ടിനെ നമ്മൾ പ്രോ വൈറ്റമിൻ എ എന്ന് വിളിക്കും. വൈറ്റമിൻ എയുടെ കുറവുണ്ടായാൽ അത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് കണ്ണുകളെയാണ്, സ്കിന്നുകളെയാണ്, കോശങ്ങളെയാണ്. കണ്ണിനെയാണ് പ്രധാനമായും ബാധിക്കുക. അങ്ങനെ ഉണ്ടാകുന്ന 2 രോഗങ്ങളാണ്. ഒന്ന് നിശാന്തത, 2 സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് രോഗം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ എ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. പാല്, മുട്ടയൊക്കെ കഴിക്കണം, ക്യാരറ്റ് കഴിക്കണം, പപ്പായ കഴിക്കണം, ഇലക്കറികൾ കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കുറേ വൈറ്റമിൻ എ കഴിക്കാമോ? കഴിച്ചുകൂടാ. വൈറ്റമിൻ എ ശേഖരിക്കപ്പെടുന്ന അവയവം കരള്. വൈറ്റമിൻ എ കൂടിപ്പോയാൽ അത് ശേഖരിക്കപ്പെടുന്ന അവയവം കരളാണ്. 1.5 മുതൽ 2 മില്ലിഗ്രാം വരെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം? വൈറ്റമിൻ എ നമ്മൾ ഭക്ഷിച്ചിരിക്കണം, ഭക്ഷണത്തിലൂടെ കിട്ടിയിരിക്കണം. അപ്പോൾ വൈറ്റമിൻ എ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ കാഴ്ചശക്തി ഉണ്ടാവും, ഇല്ലെങ്കിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകും. നമുക്ക് മങ്ങിയ പ്രകാശത്തിൽ പോലും വ്യക്തമായി കാണാൻ കഴിയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയെ സംബന്ധിക്കുന്ന 2 കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട്. റോഡ് കോശങ്ങളുമുണ്ട്, കോൺ കോശങ്ങളുമുണ്ട്. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു കാഴ്ച വർണ്ണകത്തിൻ്റെ പേരാണ് റോഡോപ്സിൻ. റോഡോപ്സിൻ എന്ന് പറഞ്ഞാൽ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. ഈ റോഡോപ്സിൻ നിർമ്മിക്കാൻ 2 സാധനങ്ങൾ വേണം. ഒന്ന് ഓപ്സിനും, 2 റെറ്റിനാളും. അപ്പോൾ റോഡോപ്സിൻ എവിടെയുണ്ട്? കണ്ണിലെ റോഡ് കോശങ്ങളിൽ എന്തുണ്ട്? റോഡോപ്സിൻ ഉണ്ട്. ആ റോഡോപ്സിൻ നിർമ്മിക്കണമെങ്കിൽ ഓപ്സിൻ എന്ന് പേരുള്ള പ്രോട്ടീനും വേണം, അതേപോലെ റെറ്റിനാൾ എന്ന് പേരുള്ള വൈറ്റമിൻ എയിലെ ഘടകവും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ റോഡോപ്സിൻ എന്ന് പറയുന്ന സാധനം നിർമ്മിക്കപ്പെടുകയുള്ളൂ. മങ്ങിയ പ്രകാശത്തിൽ പോലും സ്റ്റിമുലേറ്റഡ് ആകും. വെട്ടം കുറവാണ് എങ്കിൽ പോലും ഈ റോഡോപ്സിൻ ഒന്ന് സ്റ്റിമുലേറ്റഡ് ആവും. റെഡോപ്സിൻ സ്റ്റിമുലേറ്റഡ് ആയാൽ എല്ലാം നന്നായി കാണാൻ കഴിയും. പക്ഷേ റോഡോപ്സിൻ സ്റ്റിമുലേറ്റഡ് ആയതുകൊണ്ട് കൃത്യമായി കളേഴ്സിനെ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. മങ്ങിയ പ്രകാശത്തിന് നമുക്ക് കാഴ്ച ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ വൈറ്റമിൻ എ കഴിച്ചോ, 1.5 to 2 മില്ലിഗ്രാം വരെ ഡെയിലി എടുത്തോ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ റോഡോപ്സിൻ്റെ നിർമ്മാണം കൃത്യമായി നടക്കും. അങ്ങനെ കൃത്യമായി വൈറ്റമിൻ എ കഴിക്കാത്തവരിൽ എന്താ പ്രശ്നം? അങ്ങനെ കഴിക്കാതെ വരുമ്പോൾ അവർക്ക് റോഡോപ്സിൻ്റെ നിർമ്മാണം നടക്കൂല. റോഡോപ്സിൻ്റെ നിർമ്മാണം നടക്കാണ്ട് വരുമ്പോൾ കാഴ്ച മങ്ങാൻ തുടങ്ങും. പതുക്കെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകും. ആ രോഗമാണ് നിശാന്തത എന്നറിയപ്പെടുന്നത്. റോഡോപ്സിൻ്റെ അളവ് കുറയാൻ കാരണം വൈറ്റമിൻ എ നിങ്ങൾ കഴിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് റെറ്റിനാൾ ഉണ്ടായില്ല. റെറ്റിനാൾ ഉണ്ടാവാത്തത് കൊണ്ട് റോഡോപ്സിൻ്റെ നിർമ്മാണം നടന്നില്ല. റോഡോപ്സിൻ്റെ നിർമ്മാണം നടക്കാത്തത് കൊണ്ട് റോഡ് കോശങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. മങ്ങിയ പ്രകാശത്തിലും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് മങ്ങിയ പ്രകാശത്തിൽ കൃത്യമായി കാഴ്ചയില്ലാത്ത അവസ്ഥയുണ്ടാകും. ഇതിനെയാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ വ്യക്തമായി ഇതേപോലെ കാര്യങ്ങൾ ക്ലിയർ ആക്കി നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം ഇനി ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഇതുപോലെ PSC അവസരങ്ങൾ നമുക്ക് തുറന്നു തരൂല. അപ്പോൾ പിന്നെ നമുക്ക് ജോലി കിട്ടുന്നത് സ്വപ്നങ്ങളിൽ അവസാനിക്കും. മരണം വരെയും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല. കാരണം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരാണ് ബുദ്ധിമാൻ. അവസരങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ നമ്മൾ കളേഴ്സിനെയൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എല്ലാ കളേഴ്സിനെയൊക്കെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ കണ്ണിനകത്ത് കോൺ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ കോശമുണ്ട്, കോൺ സെൽസ്.
ആ കോൺ കോശങ്ങളിലും ഇതേപോലത്തെ ഒരു പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റ് പേരാണ് ഫോട്ടോപ്സിൻ. ഇതിന് അയോഡോപ്സിൻ എന്നും പറയാറുണ്ട്. ആ ഫോട്ടോപ്സിൻ ഉണ്ടാക്കിയിരിക്കുന്നതും 2 ഘടകങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടും 2 റെറ്റിനാൾ കൊണ്ടും. ഇത് രണ്ടും വെച്ച് തന്നെയാണ് അതും നിർമ്മിച്ചിരിക്കുന്നത്. പച്ച, നീല, ചുവപ്പ് 3 കളേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന 3 ടൈപ്പ് ഓഫ് സെല്ലാണ് നമ്മുടെ കണ്ണിനകത്ത് കോൺ കോശങ്ങളിലുള്ളത്. അതിന് ഈ കാഴ്ചകളെയൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്ന 3 ടൈപ്പ് ഓഫ് കോശങ്ങൾ നമ്മുടെ കണ്ണിൽ എവിടെയുണ്ട്? കോൺ കോശങ്ങൾക്കകത്തുണ്ട്. ഈ കോൺ കോശങ്ങളുടെ നിർമ്മാണത്തിന് എന്തെല്ലാം വേണം? ഓപ്സിനും വേണം, റെറ്റിനാളും വേണം. നിങ്ങൾ വൈറ്റമിൻ എ കഴിക്കുന്നില്ല, അപ്പൊ പിന്നെ റെറ്റിനാൾ ഉണ്ടാവൂല. റെറ്റിനാൾ ഉണ്ടാവില്ലെങ്കിൽ റോഡോപ്സിനും ഉണ്ടാവൂല, ഈ ഫോട്ടോപ്സിനും ഉണ്ടാവൂല. ഫോട്ടോപ്സിൻ ഉണ്ടായില്ലെങ്കിൽ കളേഴ്സിനെ തിരിച്ചറിയാൻ കഴിയില്ല. കളേഴ്സിനെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത രോഗമുണ്ടാകും, കളർ ബ്ലൈൻഡ്നെസ് വരും. ക്ലിയർ ആണേ? അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സിനെയും ഇപ്പോൾ ചുവപ്പ് കാണിക്കുമ്പോൾ ചുവപ്പ്, പച്ച കാണിക്കുമ്പോൾ പച്ച, നീല കാണിക്കുമ്പോൾ നീലയൊക്കെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോപ്സിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഓപ്സിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനകത്തെ അമിനോ ആസിഡിലെ ഡിഫറൻസ് കൊണ്ടാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അമിനോ ആസിഡ് ഗ്ലൈസിൻ, ആലനൈൻ, വാലൈൻ, ലൂസിൻ, ഐസോലൂസിൻ, പ്രോലൈൻ, ഹിസ്റ്റമൈൻ എന്ന് കുറേ അമിനോ ആസിഡുകളുണ്ട്. എല്ലാ ഓപ്സിൻ്റെ നിർമ്മാണത്തിലും ഒരേ ടൈപ്പ് ഓഫ് അമിനോ ആസിഡിൻ്റെ സീക്വൻസ് അല്ല ഉള്ളത്. അമിനോ ആസിഡിൻ്റെ സീക്വൻസ് മാറുന്നതിനനുസരിച്ച് ഓപ്സിൻ്റെ സ്വഭാവവും മാറും. അതിനനുസരിച്ച് കളർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്മുടെ ഒരു കഴിവും വ്യത്യാസപ്പെടും. കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സുന്ദരമായിട്ട് മനസ്സിലാവുന്നില്ലേ? പേരറിഞ്ഞ് പഠിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതനുസരിച്ചല്ലേ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ അങ്ങോട്ടുള്ള ക്ലാസ് വേണോ വേണ്ടേ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ എക്സാം നടത്തണോ വേണ്ടയോ എന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി എൻ്റെ ചോദ്യം, വൈറ്റമിൻ എ ഏറ്റവും മോസ്റ്റ് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ഏതാ? വൈറ്റമിൻ എ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന കമ്പോണൻ്റ് ഏതാ? നേരത്തെ ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു പാലിനും മുട്ടയിലും ഒരുപാട് വൈറ്റമിൻ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് വൈറ്റമിൻ എ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ വൈറ്റമിൻ എ കൂടുതൽ പാലിലാണ് എന്ന് ഞാൻ പഠിപ്പിച്ചില്ല. വൈറ്റമിൻ എ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഫിഷ് ലിവർ ഓയിലിലാണ്. കോഡ് ലിവർ ഓയിൽ എന്ന് പറയും. ഫിഷ് ലിവർ ഓയിലിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉള്ളത്. ലിവറിൽ ഉണ്ട്. ലിവറിൽ ഏതിലൊക്കെയാ? ഗോട്ട് ലിവർ, ചിക്കൻ ലിവർ, ബീഫ് ലിവർ, ക്യാരറ്റ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾ, എഗ് യോക്ക്, മിൽക്ക്, ബട്ടർ, മിൽക്കി പ്രോഡക്ട്സ് എല്ലാത്തിലും വൈറ്റമിൻ എ ഉണ്ട്. മിൽക്കുമായി ബന്ധപ്പെട്ട എഗ് യോക്കിനകത്ത്, എഗ്ഗിനകത്ത് ഒക്കെയുണ്ട്. പക്ഷേ മോസ്റ്റ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് കോഡ് ലിവർ ഓയിൽ. അതേപോലെ ഗോട്ട് ലിവർ, അതേപോലെ ചിക്കൻ ലിവർ, ബീഫ് ലിവറിനകത്തുണ്ട്. ക്യാരറ്റ്, പപ്പായയിലുണ്ട്. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനകത്തൊക്കെ വൈറ്റമിൻ എ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. മിൽക്കിനകത്തും ബട്ടറിനകത്തും വൈറ്റമിൻ എ ഉണ്ട്. ഇനി നമ്മൾ വൈറ്റമിൻ എയെ കുറിച്ച് എന്താ പറയേണ്ടത്? വൈറ്റമിൻ എയുടെ കുറവുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുകയില്ല. കാഴ്ച മങ്ങി വന്നിട്ട് ആ കാഴ്ച നഷ്ടപ്പെടും. ഇതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കോർണിയ, കൺജങ്ക്റ്റൈവ ഇതെല്ലാം വരണ്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട്. ആ രോഗമാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പലപ്പോഴും സിറോഫ്താൽമിയ നിശാന്തതയ്ക്ക് ശേഷമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതായത് കാഴ്ച കുറഞ്ഞു വന്നിട്ടാണ് ഈ കൺജങ്ക്റ്റൈവ വരണ്ടു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. സിറോഫ്താൽമിയ അങ്ങനെയാണ് വരുന്നത് എന്നത്. ഇനി നമുക്ക് വൈറ്റമിൻ ഡിയെ കുറിച്ച് പറയാം. വൈറ്റമിൻ എ പരിപൂർണമായിട്ടും പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇതിനകത്ത് ബാക്കിയുള്ള ഫാക്റ്റുകൾ തിരക്കി പോകേണ്ട കാര്യമില്ല. വൈറ്റമിൻ എ കഴിഞ്ഞു. അടുത്ത നമ്മൾ വൈറ്റമിൻ ഡി. നമ്മൾ ഇന്ന് ഫാറ്റ് സോളുബിൾ വൈറ്റമിനുകളായ വൈറ്റമിൻ എ, ഡി, ഇ, കെ ആണ് പഠിക്കുന്നത്. ഡിയിലെത്തിക്കഴിഞ്ഞു. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫറോൾ എന്നാണ്. കാൽസിഫറോൾ ഇത് കണ്ടെത്തിയ ആളിൻ്റെ പേര് എഡ്വേർഡ് മെല്ലൻബി എന്നാണ്. എഡ്വേർഡ് മെല്ലൻബി 1919 എഡ്വേർഡ് മെല്ലൻബി വൈറ്റമിൻ ഡി കണ്ടെത്തുന്നത്. 1919 വൈറ്റമിൻ എ കണ്ടെത്തിയ അദ്ദേഹമാണ് മക്കല്ലം എന്ന് പറയുന്നത്. എൽമർ മക്കല്ലമാണ് 1922 ഈ വൈറ്റമിൻ ഡിക്ക് പേര് നൽകുന്നത്. സൂര്യപ്രകാശം രാവിലെ 10 മണി വരെയുള്ള, വൈകുന്നേരം 4 മണിക്ക് ശേഷമുള്ള സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിലേക്ക് വന്ന് വീഴുമ്പോഴാണ് വൈറ്റമിൻ ഡി പ്രോപ്പർലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വൈറ്റമിൻ ഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയും. സൺഷൈൻ വൈറ്റമിൻ.
PSC എത്രയോ തവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണെന്ന്. വൈറ്റമിൻ D. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D. ബ്രൈറ്റ് ഐ, അത് വൈറ്റമിൻ A. ആരാണ് ഇത് കണ്ടുപിടിച്ചത്? മെല്ലൻബി. രാസനാമം കാൽസിഫറോൾ. വ്യക്തമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ, നമ്മൾ കഴിക്കുന്ന നൊത്തോലി മീനിനകത്ത് കാൽസ്യം ഉണ്ട്. പക്ഷേ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലമില്ല. എന്തുകൊണ്ടാണ്? വൈറ്റമിൻ D ഇല്ലാത്തത് കൊണ്ട്. നിങ്ങൾ കാൽസ്യം കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല ബലം ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കാൽസ്യത്തെ അബ്സോർബ് ചെയ്യാൻ ഫോസ്ഫറസ് എന്ന് പറയുന്ന എലമെന്റിനെ, കാൽസ്യവും ഫോസ്ഫറസിനെയും, കാൽസ്യം അറ്റോമിക് നമ്പർ 20, ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15, ഇത് രണ്ടും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ D ആണ്. കാൽസ്യം, ഫോസ്ഫറസ് ഇത് രണ്ടും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ D. അതേപോലെ കാൽസ്യം മെറ്റബോളിസത്തിലും ഫോസ്ഫറസിന്റെ മെറ്റബോളിസത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നത് വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ D സ്റ്റിറോയിഡായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ. സ്റ്റിറോയിഡായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ D സ്റ്റിറോയിഡായി, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വൈറ്റമിൻ Dയിൽ നിന്നും. സ്റ്റിറോയിഡായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D ആണ്. ഇപ്പൊ രാസനാമം കാൽസിഫറോൾ. കണ്ടെത്തിയത് 1919 മെല്ലൻബി. പേര് കൊടുത്തത് മക്കല്ലം. വൈറ്റമിൻ D എന്ന് പേരിടുന്നു. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. കാൽസ്യം, ഫോസ്ഫറസ് ഇവ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. സ്റ്റിറോയിഡായി പ്രവർത്തിക്കുന്നു. വൈറ്റമിൻ D യെ കുറിച്ചാണ്. വൈറ്റമിൻ D ഇലക്കറികളിൽ നിന്നും കിട്ടൂല. ഇലക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ എന്ന് ഒരു പഴയകാല ചോദ്യമുണ്ട്. വൈറ്റമിൻ D ഇലക്കറികളിൽ നിന്നും കിട്ടാത്ത വൈറ്റമിനാണ്. കരൾ, മത്സ്യ എണ്ണകൾ, പാല്, മുട്ട, വെണ്ണ ഇതിലെല്ലാം ഉണ്ട്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ സ്കിന്നിന്റെ താഴെയുള്ള ഒരു കൊഴുപ്പ് പദാർത്ഥമാണ് വൈറ്റമിൻ D ആയി മാറപ്പെടുന്നത്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പേര് കൊടുത്തത് അതുകൊണ്ടാണ്. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വൈറ്റമിൻ Dക്കുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്താനുള്ള വൈറ്റമിൻ. അല്ലാതെ ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം, ഇതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ നോക്കണം. അല്ലാതെ വൈറ്റമിൻ D നമ്മൾ എല്ലും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യം, കാൽസ്യം, ഫോസ്ഫറസ് ഇത് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത് 3 പോയിന്റ് പഠിച്ചിട്ട് വൈറ്റമിൻ D അറിയാമെന്ന് നമ്മൾ പറയരുത്. വൈറ്റമിൻ D യെ കുറിച്ചുള്ള എല്ലാ പോയിന്റും പഠിക്കണം. കാരണം കാലത്തിനൊത്ത് നമ്മൾ കോലം മാറിയേ പറ്റൂ. അതേപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ടൈപ്പ് 2 ഡയബറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, ഇങ്ങനെ ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ എല്ലുകൾക്കുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്, പക്ഷാഘാതം, ഇതെല്ലാം തടയാൻ സഹായിക്കുന്ന വൈറ്റമിൻ കൂടിയാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്. അതേപോലെ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന രോഗം മുതിർന്നവരിൽ ഉണ്ടാകുന്നു. അതായത് എല്ലുകൾ ബലഹീനമായി മാറുക, എല്ലുകൾ മൃദുവായി പോവുക, ബലഹീനമാവുക. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഈ രോഗം ഓസ്റ്റിയോമലേഷ്യ, റിക്കറ്റ് എന്നൊക്കെ പറയുക. ഇനി അപ്പോൾ ചോദിക്കും, സാർ ഇലക്കറികൾ ഇല്ല എന്ന് പറഞ്ഞല്ലോ, ജീവകം വൈറ്റമിൻ D2 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്. അത് എർഗോസ്റ്റിറോൾ എന്ന് പറയും. സസ്യങ്ങളിലുണ്ട്. ഇലക്കറികളിൽ നിന്ന് കിട്ടുന്ന സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്, വൈറ്റമിൻ D2. വൈറ്റമിൻ D3 ഉണ്ട്, അത് മൃഗങ്ങളിൽ കാണപ്പെടുന്നു. ഇത് കോളികാൽസിഫറോൾ എന്ന് പറയുന്നത് ഒരു പ്രോ വൈറ്റമിൻ ആണ്. വൈറ്റമിൻ D കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവണമെങ്കിൽ സൂര്യപ്രകാശം അടിക്കണം. എന്നാൽ പ്ലാന്റ് പ്രോഡക്റ്റുകളും അതേപോലെ ആനിമൽ പ്രോഡക്ട്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ D കിട്ടും. പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് വൈറ്റമിൻ D ആയി കൺവേർട്ട് ചെയ്യപ്പെടും. പ്രോ വൈറ്റമിൻ, നമ്മൾ നേരത്തെ പ്രോ വൈറ്റമിൻ A എന്ന് പറഞ്ഞതുപോലെ ഇത് പ്രോ വൈറ്റമിനുകളാണ് എർഗോസ്റ്റിറോളും കോളികാൽസിഫറോളും. കോളികാൽസിഫറോൾ എന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് കിട്ടും, എന്നാൽ എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത് സസ്യങ്ങളിൽ കാണപ്പെടും. എന്നാൽ നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ സ്കിന്നിൽ വൈറ്റമിൻ D ഉണ്ടായാൽ നമുക്കതാ നല്ലത്. മാനസികാവസ്ഥയെ നിയന്ത്രിക്കാനുള്ള കഴിവ് അത്തരം വൈറ്റമിൻ ഡികൾക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ വൈറ്റമിൻ്റെ പേരാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയെ നമ്മൾ ടോക്കോഫിറോൾ എന്നാണ് അറിയപ്പെടുക. ടോക്കോഫിറോൾ. വൈറ്റമിൻ ഡിയെ സ്റ്റെറിലിറ്റി, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗനുകളുടെ ആരോഗ്യത്തിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്യാവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വൈറ്റമിൻ. വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ ആ വൈറ്റമിൻ ഇ കഴിക്കുന്ന ആളിന് വന്ധ്യത എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാനുള്ള സാധ്യത കുറയും. വന്ധ്യത,
അതുകൊണ്ട് തന്നെയാണ് വൈറ്റമിൻ ഇയെ നമ്മൾ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് വിളിക്കുന്നത്. ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വൈറ്റമിൻ. സസ്യങ്ങളിലും ജന്തുക്കളിലൊക്കെ ഈ വൈറ്റമിൻ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. പരുത്തിക്കുരു എണ്ണ, നിലക്കടല എണ്ണ, സൂര്യകാന്തി എണ്ണ, അതേപോലെ മുളപ്പിച്ച പയർ, ഇതിലെല്ലാം സമൃദ്ധമായി കാണപ്പെടുന്ന വൈറ്റമിൻ സസ്യങ്ങളിലും ജന്തുക്കളിലും സമൃദ്ധമായി വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ ഇയുടെ പ്രത്യേകത എന്നറിയാവോ? അത് മുട്ടയുടെ മഞ്ഞക്കരു നമ്മൾ പറഞ്ഞല്ലോ, മത്സ്യ എണ്ണകൾ പറഞ്ഞു, പശുവിൻ പാല്, മൃഗക്കൊഴുപ്പ്, ഇതെല്ലാം ഉണ്ട്. വൈറ്റമിൻ ഇയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നേസൻ്റ് ഓക്സിജൻ ഉണ്ടാവുന്നത് തടയും. നേസൻ്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവായിട്ടുള്ള ഓക്സിജൻ, അത് ശരീരത്തിൽ വരുന്നത് അത്ര നല്ലതല്ല. ശരീരത്തിനകത്ത് ക്രിയാശീലത കൂടിയ ഓക്സിജൻ വന്നാൽ അത് കോശങ്ങളെ നശിപ്പിക്കും, അത് നമ്മുടെ ശരീരത്തിനെ അപകടപ്പെടുത്തും. അത്തരത്തിലുള്ള ക്രിയാശീലത കൂടിയ നേസൻ്റ് ഓക്സിജനുകളുടെ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്നവൻ വൈറ്റമിൻ ഇ ആണ്. നേസൻ്റ് ഓക്സിജൻ വന്നാൽ ചാൻസ് ഫോർ ക്യാൻസർ എന്നാണ്. അപ്പൊ അത്തരം ആൾക്കാരുണ്ടാകുന്നത് തടയും. നമ്മളിപ്പോൾ ഇന്ന് പരസ്യങ്ങളിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, ഇത് കഴിക്കൂ, ഇതിനകത്ത് ആന്റി ഓക്സിഡന്റ് ഉണ്ടെന്ന്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓക്സിഡേഷൻ നടക്കാൻ എതിര് നിൽക്കുന്നവൻ. ഓക്സിഡേഷൻ ചില സ്ഥലങ്ങളിൽ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് നല്ലതല്ല. അപ്പൊ അവിടെ ഓക്സിജന്റെ എതിരായി പ്രവർത്തിക്കുന്നവൻ എന്നർത്ഥം. ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കും. ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്ന ആളാണ് വൈറ്റമിൻ ഇ. ശരീരത്തിന് ഉള്ളിലേക്ക് കടക്കപ്പെടുന്ന വളരെയധികം റിയാക്റ്റീവായ ചില ഗ്രൂപ്പുകളുണ്ട്. അവയെ നമ്മൾ റാഡിക്കൽ എന്ന് പറയും. റാഡിക്കലുകളെ ചെറുക്കുന്നവൻ റാഡിക്കൽ എന്ന് പറയും. റാഡിക്കലുകളെ ചെറുക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റമിൻ എ. റാഡിക്കലുകളെ ചെറുക്കാൻ കഴിയും, ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കും. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ കോശങ്ങളിലുണ്ട്. ഇൻഫ്ലമേഷൻ തടയുന്ന ഒരു ഘടകം. ഇൻഫ്ലമേഷൻ, നീരുണ്ടാകുന്നത് തടയുന്ന ഒരു പ്രോസ്റ്റാഗ്ലാൻഡിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ആന്റി ഓക്സിഡന്റ് ആണ്. പേശികൾ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നതാണ് പേശികളുടെ പ്രവർത്തനം. അതിൽ പേശികളുടെ ചുരുങ്ങാൻ സഹായിക്കുന്നതും ഈ വൈറ്റമിൻ ഇ ആണ്. ഫ്രീ റാഡിക്കലുകളുടെ അക്രമത്തിൽ നിന്നും ശരീരകോശങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെ, എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അതുപോലെ എല്ലാ ടൈപ്പ് ക്യാൻസറും, ശ്വാസകോശ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, മലദ്വാരത്തിലെ ക്യാൻസർ, മലാശയത്തിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ക്യാൻസർ, ഇതെല്ലാം കുറയാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി നമുക്കുണ്ടാവരുത്. അടുത്ത വൈറ്റമിൻ്റെ പേരാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എന്ന് പറയുന്ന വൈറ്റമിൻ ഫിലോക്വിനോൺ എന്നാണ് ശാസ്ത്രീയ നാമം. ഹെൻറി ഡാം എന്ന് പറയുന്ന വ്യക്തിയാണ് അത് കണ്ടെത്തിയത്. മെല്ലൻബി ആണ് വൈറ്റമിൻ ഡി കണ്ടെത്തിയത്. മക്കെല്ലമാണ് വൈറ്റമിൻ എ കണ്ടെത്തിയത്. വൈറ്റമിൻ കെ കണ്ടെത്തിയത് ഹെൻറി ഡാം ആണ്. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വൈറ്റമിൻ. അപ്പോൾ വൈറ്റമിൻ കെയുടെ കുറവുണ്ടെങ്കിൽ നമ്മുടെ മുറിവുകൾ എന്ത് ചെയ്യും? മുറിവിലൂടെ ഒരുപാട് രക്തം കട്ട പിടിക്കാതെ തന്നെ കാരണം കൊണ്ട് രക്തസ്രാവം, രക്തം എന്ത് ചെയ്യും? ഒരുപാട് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. രക്തം കട്ട പിടിക്കണമല്ലോ, ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് നടക്കണമല്ലോ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ. അതിന് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വൈറ്റമിനാണ്. ഇലക്കറികൾ, സോയാബീൻ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ചീര, ക്യാബേജ്, ഇതിലെല്ലാം കാണപ്പെടുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ കെ. കരളിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന വൈറ്റമിൻ, കരളിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ഉണ്ടെങ്കിലേ രക്തം കട്ട പിടിക്കുകയുള്ളൂ. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് ആൻറ്റി ഹെമറേജ് ഫാക്ടർ എന്നാണ് അറിയപ്പെടുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കും, എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും, ഹൃദയാരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ. പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ, വൈറ്റമിൻ്റെ ഒരു ഭാഗം നമ്മളിവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഇത് എത്രത്തോളം പരീക്ഷകളിൽ ഉപകരിക്കും എന്നതാണ് ചിന്ത. നമ്മുടെ പരീക്ഷയ്ക്ക് ഇത് ഉപകരിക്കണമെങ്കിൽ നമ്മളൊരു പരീക്ഷ എഴുതി നോക്കണം. അപ്പോൾ ഇത്രയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ ഫാക്റ്റുകൾ, 100 ഫാക്റ്റുകളോളം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. 100ന് അടുപ്പിച്ച് ഇത്രയും ഫാക്റ്റുകളും ഗംഭീരമായിട്ട് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് വ്യാഴാഴ്ച നിങ്ങളോടൊപ്പം ഒരാളെയും കൂടെ കൂട്ടി ഈ ക്ലാസ് നിങ്ങൾ എല്ലാവരെയും കാണിക്കണം. വ്യൂസ് കൂടുമ്പോഴത്തേക്കും നമ്മൾക്കും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നോട്ട് തയ്യാറാക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുമൊക്കെ നമുക്കും ഒരു പ്രചോദനമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്
ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് എത്തിക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യണം. എല്ലാവർക്കും ഈ ഒരു വർഷം ജോലി കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള പ്രധാന പണിയാണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഇന്ന് വിട വാങ്ങുന്നു. നമുക്ക് വ്യാഴാഴ്ച വീണ്ടും ഈ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗമായി കാണാം. അന്ന് കാണുമ്പോൾ നമ്മൾക്ക് പറയാൻ കഴിയണം അതുവരെയുള്ളത് ഓക്കെയാണ്. ഇങ്ങനെ നമ്മൾ ഭാവിയിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഒരു വ്യൂ വരുന്ന ഒരു അവസ്ഥ എത്തുമ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് ക്ലാസ്സുകൾ കിട്ടും. ലൈവായും റെക്കോർഡഡായിട്ടും ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ കിട്ടും. ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നോട്ട് വേണം എന്ന് കമൻറ്റ് ചെയ്യുക. അവർക്ക് നോട്ട് തരാം. അത് നിങ്ങൾ ടെലഗ്രാമിലോട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. താഴെ അതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വ്യാഴാഴ്ച. മറക്കരുത്, കാത്തിരിക്കുക. അന്ന് നമ്മൾ ഒരുപാട് പുതുമയുള്ള വൈറ്റമിൻ അറിയാമെന്നുള്ളൊരു ധാരണ മാറി കിട്ടിയല്ലോ അല്ലേ? ഇപ്പോഴല്ലേ നമ്മൾ വൈറ്റമിൻ അറിഞ്ഞത്. ഇതുപോലെ ഹോർമോൺസ് പഠിക്കാനുണ്ട്, മനുഷ്യ ശരീരത്തിലെ ഭാഗങ്ങളെല്ലാം പഠിക്കാനുണ്ട്, രക്തപരിചരണവസ്ഥ പഠിക്കാനുണ്ട്, ഇങ്ങനെ നമുക്കെല്ലാം പഠിക്കാനുണ്ട്. പീരിയോഡിക് ടേബിൾ കിടപ്പുണ്ട്, ലൈറ്റ്, സൗണ്ട്, ഇലക്ട്രോണിക്സ് അല്ലേ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഫിസിക്സിനകത്ത് പഠിക്കാനുണ്ട്. പരിസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതൊക്കെ പഠിക്കാനുണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാം, ഗംഭീരമായിട്ട് തന്നെ പഠിക്കാം. മാത്സ് ആദ്യം മുതലേ പഠിക്കാനുണ്ട്. മാത്സ് ഭയങ്കര പാടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മാത്സ് ഭയങ്കര പാടുമല്ല, ഒട്ടും പാടില്ല, നമുക്ക് നന്നായിട്ട് പഠിക്കാം. അതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. നിങ്ങൾ എന്തായാലും ഇതിനെ ഈ ഒരു ചാനലിനെ പഴയതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പണ്ട് 2019-20 കാലഘട്ടങ്ങളിൽ ഒരു വ്യൂ നിങ്ങൾ നോക്കുക. പഴയ ക്ലാസ്സുകളൊക്കെ 50K കൂടുതൽ ഓരോ ക്ലാസ്സുകളുടെയും വ്യൂ ഉണ്ട്. ഇത് കൺസിസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാണ്. നിങ്ങൾക്ക് സംഭവിച്ചത് തന്നെ. നമ്മളും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ നമ്മൾ മുന്നേറും, കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നമ്മൾ താഴെ പോകും. അത് സംഭവിച്ചതാണ്. നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.